ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ശ്രീലകത്തിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ അല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഏറെ രുചികരമായ കപ്പ വറ്റൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കപ്പ വറ്റൽ തയ്യാറാക്കാനായി ഞാനിവിടെ കുറച്ച് കപ്പ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇത് ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കുക. ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം ഈ കപ്പയെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട്. അതായത് അധികം വെന്ത് പോവാതെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ കപ്പയെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കപ്പയെ ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. അതായത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിനെ നമുക്ക് ഊറ്റിയെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ കപ്പയിലുള്ള കയ്പ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇവിടെ വെള്ളം ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയെ ഊറ്റിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. ഞാനിവിടെ 3-4 ദിവസം വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കിയെടുത്ത കപ്പയെ നമുക്ക് കുറച്ചധികം നാൾ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ എണ്ണയിലിട്ട് പൊരിച്ച് കഴിക്കാം. ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കപ്പ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം. വളരെ രുചികരമായ കപ്പവറ്റൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വേഗം വരാം.